മരുന്നിന്റെ ക്ഷീണമായിരിക്കും. ഇന്നലെ രാത്രി ഉണ്ടില്ലേ? കാപ്പിയും കുടിച്ചില്ലേ? വേണ്ട മീനാക്ഷി, വിളിക്കണ്ട. പാവം കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ. ഉറങ്ങുന്നത് നല്ലതാ. വിശക്കുമ്പോ താനേ ഉണർന്നോളൂ. മീനാക്ഷി എപ്പോഴും അടുത്തു തന്നെ ഉണ്ടാവണം. രാത്രി പ്രത്യേകം ശ്രദ്ധിച്ചോണം. ധനപാലൻ രേണുക എവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ പോലും തുനിഞ്ഞെന്നിരിക്കും. ഇനി ഒരബദ്ധം കൂടി രേണുകയുടെ കാര്യത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല. ശ്രദ്ധ വേണം. അപ്പോഴേക്കും ഉണർന്നല്ലോ. ഇതെന്ത് ഉറക്കം രേണുകേ? എഴുന്നേറ്റ് പല്ല് തേക്ക്. നേരെ ഉച്ചയായി. വിശക്കുന്നില്ലേ കുട്ടിക്ക്? മരുന്നൊക്കെ കൃത്യമായി കൊടുക്കാൻ മറക്കല്ലേ മീനാക്ഷി. ഞാൻ ഉടനെ പുറത്തേക്ക് പോയിന്നിരിക്കും. ഇന്നിത്തിരി തിരക്കുള്ള ദിവസം. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഞാൻ ഓഫീസിൽ ഒന്ന് കണ്ടേനല്ലോ. ഓ, അത് സാരമില്ല. സാറിൻ്റെ കമ്മിറ്റിയൊക്കെ തീർന്നോ? ഇല്ല, കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് സാറിൻ്റെ കോൾ. ഓ, ഐ ആം സോറി. അല്ല, ബുദ്ധിമുട്ടായോ മിസ്റ്റർ ധനപാലൻ? എങ്കിലേ സമയം കിട്ടുമ്പോൾ എൻ്റെ ഓഫീസ് വരെ ഒന്ന് വന്നാൽ മതി. എന്തായാലും വന്നതല്ലേ സാർ, കാര്യം പറ. ആ, മിസ്റ്റർ ധനപാലൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനാണെന്ന കാര്യം സംഭവിച്ചു. പക്ഷേ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും പെട്ടെന്ന് കയറി അങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. മനസ്സിലായില്ല. രേണുകയെ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള പരാതി കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ തീരുമാനം വരട്ടെ. അതിനുശേഷം പോരെ പോസ്റ്റർ ഒട്ടിക്കലും മുദ്രാവാക്യം വിളിയും ഒക്കെ. അതിനു മുമ്പേ ചാടിക്കേറി അഭയകേന്ദ്രത്തിനെയും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെയും ഒക്കെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും കുറ്റകരമാണ്. കുറ്റം എൻ്റെ മുതുകത്ത് ചാരി വയ്ക്കാനുള്ള സാറിൻ്റെ ശ്രമം എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടൊന്നും ഈ ധനപാലൻ പിന്മാറില്ല സാറേ. കോടതിയും പോലീസും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ശരിയായിരിക്കാം. പക്ഷേ രേണുകയുടെ വിഷയത്തിൽ മിസ്റ്റർ ധനപാലൻ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിപ്പിച്ചത് അവരാ, ആ അരുന്ധതി മേനോൻ. അഭയകേന്ദ്രത്തിൻ്റെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ചികിത്സയുടെ പേരിൽ എൻ്റെ അനിയത്തിക്കുട്ടി അതിനുള്ളിലിട്ട് പീഡിപ്പിക്കുക. ഓക്കെ ഓക്കെ, ശരിയായിരിക്കാം. തൽക്കാലം മിസ്റ്റർ ധനപാലനൊന്ന് സമാധാനിച്ചേ പറ്റൂ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആദ്യം ആ രേണുക കേസിൻ്റെ ഫയൽ ഒന്ന് പഠിക്കണം. കേസ് ഫയൽ ഉണ്ടാക്കിയിട്ട് എന്ത് നേടാനാ നിങ്ങൾ? അതിൻ്റെ മൂലയിലെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത ശ്യാമിൻ്റെ അളിയൻ ഗിരിയല്ലേ സ്വമേധ കേസേറ്റെടുത്തത്? അവനല്ലേ കൊല്ലാൻ ശ്രമിച്ചത്? സാറിന് മുമ്പേ ആ സീറ്റിലുണ്ടായിരുന്ന CI അരുൺകുമാർ എന്നെ പ്രതിയാക്കാൻ വേണ്ടി
ഈ ശ്യാമപ്രസാദും അരുന്ധതി മേനോരും അടക്കമുള്ള റാക്കറ്റുമായി ചേർന്ന് ഒരുപാട് ഗൂഢാലോചന നടത്തിയതാ. ഒടുക്കം അരുൺകുമാർ പോയ പോക്കിന് പുല്ലുപോലും കിഴത്തില്ല സാറേ. അതാ ധനപാലൻ. ധനപാലൻ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. താനിനി എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും ശരി, കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനമുണ്ടാകാതെ യാതൊരു കാരണവശാലും താലോലത്തിൽ പോവുകയോ അവിടെയുള്ളവരെ ശല്യപ്പെടുത്തുകയോ ചെയ്താൽ എനിക്ക് മുഖം നോക്കാതെ ആക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് വേറെ വഴി ചിന്തിക്കേണ്ടി വരും. രേണുകയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ബന്ധുക്കളായിട്ട് അവൾക്കിനി ഞാൻ മാത്രമാണുള്ളത്. ആ നിലയിൽ അവളുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി അറിയേണ്ടത് എൻ്റെ കൂടെ അവകാശമാണ്. രേണുകയെ എത്രയും വേഗം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ അവളുടെ ജീവൻ പോലും അപകടത്തിലാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രേണുക താലോലത്തിൽ തന്നെ താമസിക്കുന്നതാണ് നല്ലത്. എങ്കിൽ രേണുകയെ കാണാൻ ഞാൻ അവിടെ പോയെന്നിരിക്കും. ഒരുപക്ഷെ അവളെ രക്ഷപ്പെടുത്താനും ശ്രമിച്ചെന്നിരിക്കും. എങ്കിൽ മിസ്റ്റർ ധനപാലൻ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചോളൂ. ഇനി ഒരു കംപ്ലൈന്റ് കൂടി താലോലത്തിൽ നിന്ന് ലഭിച്ചാൽ I will take action against you and this is my last warning. Remember it. ക്ലാരയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് ചെന്നത്. ജേക്കബിനോടോ മോളിക്കുട്ടിയോടോ ഒന്നും പറയണമെന്ന് വിചാരിച്ചിരുന്നതുമല്ല. പക്ഷേ പറഞ്ഞുപോയി, അതാണ് സത്യം. എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ജേക്കബിനും മോളിക്കുട്ടിക്കും അറിയാമെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. മദർ കൽക്കട്ടയിലായിരുന്നപ്പോഴാണ്. പപ്പയ്ക്ക് നേരത്തെ ചില സംശയങ്ങളുണ്ടായിരുന്നു. പപ്പയോട് കള്ളം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അതൊരർത്ഥത്തിൽ നന്നായി. എൻ്റെ മാനസിക സമ്മർദ്ദങ്ങൾ ഷെയർ ചെയ്യാൻ നീ എനിക്ക് 2 കൂട്ടുകാരെ കൂടി തന്നല്ലോ. ഞാൻ വീണ്ടും പറയുന്നു, നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നീ മനസ്സിലാക്കുന്നില്ല. മദർ അങ്ങനെ പറയരുത്. എന്നെ കുറ്റപ്പെടുത്തരുത്. എല്ലാം മദറിന് കൂടി അറിയാവുന്നതല്ലേ. എല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നീ കാരണം എത്രയോ പേരാണ് വിഷമിക്കുന്നത്. അതും നിന്റെ പിടിവാശി കൊണ്ട് മാത്രം. പിടിവാശിയോ? മദർ തന്നെയാണോ ഈ പറയുന്നത്? അതെ അതെ, എനിക്കിനി ഈ കളികൾക്ക് കൂട്ടുനിൽക്കാനാവില്ല. ദൈവം എന്നെ ശിക്ഷിക്കും. എനിക്ക് വയ്യ. മദർ, ഞാനൊരു കന്യാസ്ത്രീയാണ്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഞാൻ എന്ത് വേണം? മദർ തന്നെ പറഞ്ഞോളൂ. മോളെ, സ്നേഹമോൾ നിന്റെ കുഞ്ഞല്ല. അവളെ വളർത്താൻ ഇനി നിനക്ക് അവകാശമില്ല. അവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നു. ദൈവം നിന്നെ ഏൽപ്പിച്ച കടമകൾ ഭംഗിയായി നീ ചെയ്തു എന്ന് ആശ്വസിച്ച് ആ കുഞ്ഞിനെ അതിൻ്റെ അവകാശികൾക്ക് മടക്കി കൊടുത്തൂടെ? കൊടുക്കാം. ഞാൻ അവളെ മടക്കി കൊടുക്കാം. പക്ഷേ ആരുടെ കയ്യിൽ? ആരുടെ കയ്യിലാണ് ഞാൻ അവളെ മടക്കി ഏൽപ്പിക്കേണ്ടത്? സ്വബോധം പോലും നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തിയായി ജീവിക്കുന്ന അവളുടെ അമ്മയുടെ കയ്യിലോ? അവളുടെ അമ്മ ഈ നിലയിലാകാൻ കാരണക്കാരനായ അച്ഛനെന്ന് അവകാശപ്പെടുന്ന ആ ചതിയന്റെ കയ്യിലോ? പറ, ആരുടെ കയ്യിലാണ് ഞാൻ അവളെ കൊടുക്കേണ്ടത്? എന്താ മദറിനൊന്നും പറയാനില്ലേ? മോളെ, നീ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതി എത്ര കാലം നമുക്കിതൊക്കെ മൂടി വയ്ക്കാൻ കഴിയും? ആ ശ്യാമപ്രസാദ് ഒരിക്കൽ കൂടി എൻ്റെ അടുത്ത് വന്നാൽ ചിലപ്പോ ഞാൻ എല്ലാം പറഞ്ഞു പോയെന്ന് വരും. പറയരുത്. അയാൾ മാത്രം ഒന്നും അറിയരുത്. അഥവാ അറിഞ്ഞാലും സ്നേഹമോളെ ഞാൻ അയാൾക്ക് മടക്കി കൊടുക്കില്ല. ഒരിക്കലും കൊടുക്കില്ല. ഒരിക്കലും സംഭവിക്കില്ലെന്ന് ഉറപ്പുള്ളതിന്റെ പേരിൽ ഞാൻ പപ്പയോട് ഒരിക്കൽ പറഞ്ഞിരുന്നു. രേണുക തിരിച്ചു വന്നാൽ ഞാൻ സ്നേഹമോളെ തിരികെ കൊടുക്കാമെന്ന്.
പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. രേണുക തിരികെ വന്നു. ഇനി മദറിനോട് ഞാനൊന്ന് പറയാം. രേണുകയുടെ മനോനില തിരികെ കിട്ടിയാൽ, പഴയ ജീവിതത്തിലേക്ക് രേണുക മടങ്ങി വന്നാൽ, ആ നിമിഷം സ്നേഹയെ ഞാൻ അവൾക്ക് മടക്കി കൊടുക്കാം. ഉറപ്പാണല്ലോ? മദറിന് എന്നെ വിശ്വസിക്കാം. പക്ഷേ ശ്യാമപ്രസാദ്, അയാൾ ഒരിക്കലും അവകാശവാദവുമായി എന്റെ മുന്നിൽ വരാൻ പാടില്ല. ആ ക്ലാരെ, നമുക്ക് താലോലത്തിൽ വരെ ഒന്ന് പോയാലോ? നീ രേണുക ഇതുവരെ ഒന്ന് കണ്ടില്ലല്ലോ. സ്നേഹമോളെ കൂടെ കൊണ്ടുപോകാം. പെറ്റമ്മയല്ലേ, അറിയാതെ ആണെങ്കിൽ കൂടി ഒന്ന് കാണിച്ചില്ലെങ്കിൽ അതൊരു ദൈവകോപമാകില്ലേ മോളെ? ഗുഡ് മോർണിംഗ് മാഡം. ആ മോർണിംഗ്, വരൂ. ടീച്ചറമ്മ ദൂരെ ഒരു അമ്പലത്തിൽ പോയിരിക്ക. അങ്ങ് ദൂരെ. വരും. ടീച്ചറമ്മ കള്ളിയാ. സ്നേഹമോളോട് പറയാതല്ലേ പോയെ? വരുമ്പോ ഞാൻ മിണ്ടൂല. ആ മിണ്ടാത്ത ആന്റിയോ? ആന്റിയും ടീച്ചറമ്മ കൊണ്ടുപോയോ? മീനാക്ഷിയുടെ കാര്യമാണോ? മീനാക്ഷി പുറത്തു പോയിരിക്കാം മോളെ. അതെവിടെയാ? അത് മാർക്കറ്റില്. ഫിഷ് വാങ്ങിക്കാൻ പോയതാണോ? ഫിഷും വാങ്ങിക്കും. എന്താ മോൾക്ക് ഫിഷ് ഇഷ്ടമാണോ? മോക്ക് ഫിഷിന്റെ കണ്ണാ ഇഷ്ടം. വല്യപ്പച്ചൻ എപ്പോഴും തരും. അത് കൊള്ളാലോ. എന്റെ മാഡം, വെറുതെ കമ്പത്തിന് തിരി കൊളുത്തല്ലേ. തുടങ്ങിയാ പിന്നെ ഇപ്പോഴെങ്ങും നിർത്തില്ല. ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കും. വല്യപ്പച്ചന്റെ വാചകോടിയായിരിക്കും കിട്ടിയിരിക്കുന്നത്. വക്കീലല്ലേ?